കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് UK ലീഡർഷിപ്പിലുള്ള ഒത്തിരി പേരിവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. പാസ്റ്റർ സാംകുട്ടി പാസ്റ്റർ, പാസ്റ്റർ പ്രൈസ്, പാസ്റ്റർ ജെയിൻ, അതുപോലെ നമ്മുടെ ഈ സഭയുടെ ശുശ്രൂഷനായി ഇന്ന് അപ്പോയിൻ്റ് ആകുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബു, അങ്ങനെ മറ്റ് എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ഫ്രൈഡേയിൽ ഈ രാജ്യത്ത് വരുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിൽക്കുന്നത് അനേകരുടെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഞാൻ ചില ഇടങ്ങളിൽ പറഞ്ഞായിരുന്നു, ഞാൻ എൻ്റെ രോഗാവസ്ഥയിൽ കൂടെ പോയപ്പോൾ അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു, കർത്താവേ, നമ്മൾ മലയാളികളല്ല മറ്റ് ഭാഷക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു, കർത്താവേ, ഹീൽ അവർ പാസ്റ്റർ ആൻഡ് സെൻഡ് ഹിം ടു മെനി പ്ലേസസ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ റിക്കവറായി വന്നതിന് കഴിഞ്ഞപ്പോൾ സ്പീഡ് വല്ലാതെ കൂടിയിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ എപ്പോഴും നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നലെ വൈകിട്ട് ഞാനത് ഹംബിളായിട്ട് പറയുകയാണ്, ഇന്നലെ വൈകിട്ടും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരെണ്ണം വരെ പോയി, ഒരു കാണാൻ പോയി നിഷാദ് ബ്രദറിൻ്റെ കൂടെ. ഞാനത് തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഇറ്റ് ഈസ് അമേസിങ്. കാരണം കുറേ കാലങ്ങൾക്ക് മുമ്പ്, അധികം കാലമല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 50 സ്റ്റെപ്പ് പോലും നടക്കാൻ വയ്യാതെ ബെഡ്ഡനായി കിടന്ന ഒരു കാലം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഒരു ടൈം ഫ്രെയിം, അതിൽ നിന്ന് ഇന്നലെ ഓൾമോസ്റ്റ് ഫുൾ ഡേ നിൽക്കാൻ ദൈവം സഹായിച്ചു. എല്ലാം ദൈവത്തിൻ്റെ കൃപയും ദാനമാണ്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റു പല പ്രിയപ്പെട്ടവരോടുണ്ട്, എല്ലാവരും അവർ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ സ്ഥലത്ത് വരുന്നെന്ന് അറിഞ്ഞ സമയം മുതൽ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ക്ഷേമം അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ പറയുന്ന ഒരു സഹോദരനാണ് നമ്മുടെ നിഷാദ് ബ്രദർ. ഞങ്ങളുടെ ചർച്ചിലെ എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററുടെ ബ്രദറിൻലോയാണ്. അദ്ദേഹം SFCNA ഷാരോണിലെ ഒരു ലൈസൻസ്ഡ് മിനിസ്റ്ററും കൂടാണിപ്പോൾ. എൻ്റെ ആബ്സൻസിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ UK വരെ ഒന്ന് പോകുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇങ്ങനെ സിസ്റ്ററും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാൻ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കാണുവാനൊക്കെ ദൈവം സഹായിച്ചല്ലോ. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ വേറൊരു സഹോദരനാണ്, ഇന്നലെ പറയാൻ പറ്റിയില്ല, ജോഷി. അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിലുള്ളവരുള്ളൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹം കൂടെ വിളിക്കുകയും പല കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തു. നിങ്ങളെല്ലാം ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പാസ്റ്റത്തെ ഇവിടുത്തെ ആദ്യമായിട്ടാണ് UK വന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും ഷുവർട്ടി അല്ലായിരുന്നെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കർത്താവ് തന്നു. വചന ശുശ്രൂഷ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് കുറച്ച് ആൾക്കാരോട് പേഴ്സണലി സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ആൾക്കാർക്ക് ടെൻഷനാണ്, നമ്മളെയൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അവരെങ്ങനായി തീരും എന്നുള്ള ടെൻഷനാണ്. പക്ഷേ ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുന്നത്, കർത്താവ് ചെയ്യാനുള്ളതൊക്കെ ഭംഗിയായി ചെയ്തോളും. നമ്മൾ അധികം ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ല. കർത്താവ് സഹായിക്കട്ടെ. മുഖവര പറഞ്ഞ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. അധികം സമയമെടുക്കാതെ തന്നെ വേഗത്തിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു നിയോഗം അല്ലെങ്കിൽ ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറിയിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ബാക്കി ശുശ്രൂഷകളൊക്കെ കർത്താവിൻ്റെ ദാസന്മാർക്ക് ചെയ്യണമല്ലോ. നമ്മുടെ ശ്രദ്ധയെ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് കൊണ്ടുവരാം. വി ആർ ഗോയിങ് ടു റീഡ് Acts chapter 6 verse 7. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം, അത് ഞാനെല്ലാം മലയാളത്തിൽ ഒന്ന് വായിക്കണം. So the word of God spread and disciples in Jerusalem increased greatly in number and a large group of priests became obedient to the faith. വായിച്ചാട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടെ തിരുപാദപീഠത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, വചനം നിൻ്റേതാണ്, അങ്ങയുടെ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ്. ആ വചനം ഇന്ന് പകൽ ആത്മാവിൻ്റെ ആ ഒരു നിറവോടെ കർത്താവെ സംസാരിക്കുവാനൊക്കെ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ, അടിയനോട് മാനുഷികമായ ശബ്ദങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായും വ്യക്തികളെയും കുടുംബങ്ങളെയും സഭയെയും ദേശത്തെയും വിവേചിച്ചുകൊണ്ട് ശക്തമായി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചിന്ത, എൻ്റെ ബുദ്ധിയല്ല, ദൈവാത്മാവിൻ്റെ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് പകൽ ചെയ്യും. അതിനായി സമർപ്പിക്കുന്നു. കൃപയിൽ പൊതിയും പ്രാർത്ഥനയായി സ്തോത്രം യേശുനാമത്തിൽ തന്നെ, ആമേൻ. ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 7-ാം വാക്യം വായിച്ചത്, നിങ്ങൾ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഞാൻ എവിടെ ഷാരോൺ ചർച്ചിൽ പ്രസംഗിച്ചാലും സൺഡേ മാത്രം ഈ വാക്യമാണ് ഞാൻ വായിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ നിങ്ങൾ മെസ്സേജ് എടുത്താലേ നിങ്ങൾക്ക് തോന്നുന്നു ഞാനൊരു റിപ്പീറ്റ് മെസ്സേജ് കൊടുക്കുകയാണോ എന്ന്. പക്ഷേ റിപ്പീറ്റ് അല്ല,
പക്ഷേ ഈ വാക്യം ഇടാൻ എൻ്റെ കുറിവാക്യം അതിനൊരു കാരണമുണ്ട്. പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നുമല്ല. നിങ്ങൾ ഈ ചിന്തിക്കുന്ന പോലെ സാംകുട്ടി പാസ്റ്റർ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ സാമാന്യമായ ചില അനുഭവങ്ങളുണ്ട്. ഈ SFCNA അല്ലെങ്കിൽ ഷാരോൺ ഫെലോഷിപ്പ് ബൈ ദ വേ ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ ജോൺ തോമസ് പാസ്റ്ററും പ്രത്യേക വന്ദനം നിങ്ങളെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഈ ഇൻട്രൊഡക്ഷനൊക്കെ പറയാൻ അങ്ങ് മറന്നു പോവാണ്. ഇന്നലെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പലതും നമ്മുടെ ചിന്തയ്ക്കപ്പുറത്താണ്. അപ്പം കഴിഞ്ഞ 2021 ജൂലൈ 28 എനിക്ക് ഡയഗ്നോസിസ് വന്നത്. എൻ്റെ ഡയഗ്നോസിസ് അതിനെപ്പറ്റി ഇന്ന് അധികം സമയം എടുക്കുന്നില്ല അതൊന്നും പറയാൻ. ബട്ട് 2023 ജൂലൈ 28 എന്നെ എല്ലാവരും കൂടെ ഫോഴ്സ് ചെയ്ത് ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്നെ ഏൽപ്പിച്ചത്. അതിൻ്റെ പുറകിലെ കാര്യങ്ങൾ. അപ്പോൾ എന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻ ഓഫ് ബീയിങ് ഇലക്റ്റഡ് ആസ് ദ പ്രസിഡൻറ്റ്. ഞാൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു ഞാനൊരു ഇലക്ഷനൊന്നും നിന്നല്ല, എന്നെ പിടിച്ച് ഏൽപ്പിച്ചതാണ്. ഉള്ളത് പറഞ്ഞാൽ അന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല ശരിക്ക്. കാരണം നമ്മുടെ ആകപ്പാടെ ഇതായി. കാരണം ഫ്രം നോവെയർ ഞാൻ ആ മീറ്റിങ്ങിൽ പോലും ഇല്ലായിരുന്നു. പിന്നെ എന്നെ പിടിച്ച് കൊണ്ടുപോയി അവിടെ ഇരുത്തി, ബാക്കിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. സോ ലോങ് സ്റ്റോറി ഷോർട്ട്, അതല്ല എൻ്റെ വിഷയം, അതല്ല. പിറ്റേ ദിവസം രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കാരണം അന്ന് വൈകിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാൻ ഞാൻ റീസൺ വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല എന്നല്ല പറയുന്നത്. വല്ലാത്തൊരു ടെൻഷൻ, അത് വേറെ ഒന്നുമല്ല, ഒരു വലിയൊരു ഭാരം. എൻ്റെ ദൈവം എന്തോ സംഭവിച്ചത്, വാട്ട് ഹാസ് ഹാപ്പൻഡ്. അന്ന് രാവിലെ ദൈവാത്മാവ് എന്നോടൊരു കാര്യം ചോദിച്ചു. നീ ബെഡേ കിടന്നപ്പോൾ ചോദിച്ചില്ലേ എന്തു പറഞ്ഞാലും ഞാൻ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ ഇതൊന്നുമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് കർത്താവിനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. നിനക്ക് എങ്ങനെ അറിയാം ഇത് ഞാൻ നിന്നെ ഏൽപ്പിച്ച ഒരു ദൗത്യമല്ല, നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച വാക്യമാണ് 6:7. കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസ് മുതൽ ഞാൻ എവിടെ, ഈവൻ ഫരീദാബാദിൽ പോയപ്പോൾ 2 സർവീസിൽ സംസാരിച്ചപ്പോൾ ഈ വാക്യം വായിക്കുന്ന കാരണം എന്താണെന്നറിയാമോ? ദൈവാത്മാവ് എനിക്ക് തന്നൊരു ദർശനമാണ്. എനിക്ക് തന്ന റെസ്പോൺസിബിലിറ്റിയോടനുബന്ധിച്ചുള്ള ഒരു ദർശനത്തിൻ്റെ വചനമാണിത്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ. ഇന്ന് പകലും ഞാനൊന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ പറ്റിയില്ല. ദൈവാത്മാവ് ശക്തമായിട്ട് ഈ വചനത്തിൽ നിന്ന് തന്നെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് എനിക്ക് നിയോഗം തന്നിരിക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വരെ ഒരു പ്രിപ്പറേഷനാണ് വിറ്റ്നസിങ്ങിന് വേണ്ടി, സാക്ഷിയാകാനുള്ള ഒരു ഒരുക്കം. 2:14 മുതൽ 5:42 വരെ യെരുശലേമിലെ വിറ്റ്നസിങ്, അത് വിറ്റ്നസിങ് ഇൻ ജെറുസലേം. 6:1 മുതൽ 12:25 വരെ വിറ്റ്നസിങ് ബിയോണ്ട് ജെറുസലേം. അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിഷയമല്ല ഇന്ന് രാവിലെ. അപ്പോൾ സാക്ഷ്യം വഹിക്കുവാൻ ഒരു ഒരുക്കം ഉണ്ടായിരുന്നു. യെരുശലേമിൽ സാക്ഷ്യം വഹിച്ചു, അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി. പക്ഷേ ദൈവത്തിൻ്റെ സഭ എല്ലായിടത്തും പ്രതിസന്ധികൾ നേരിടും, എല്ലായിടത്തും. ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് പോലെ എനിക്ക് ഭയങ്കര ശരീരത്തിൽ സുഖമില്ലായിരുന്നു. ആക്ച്വലി ഉള്ളത് പറഞ്ഞ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാണ് ഞാനൊന്ന് ക്ലിയർ ആയത്. കാരണം എനിക്ക് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞും ചെറിയ ചില ശാരീരിക അങ്ങനത്തെ അല്ല, ഒരു 1-2 വിഷയങ്ങളുണ്ടായി, ഞാനവിടെ പറഞ്ഞില്ല. പക്ഷേ നമുക്ക് പോരാട്ടമുണ്ട്, പക്ഷേ ജഡരക്തങ്ങളോടല്ല. അത് വാഴ്ചകളും അധികാരങ്ങളും സ്വന്തം ദുഷ്ടസേനയോട് മാത്രമേ. അപ്പോൾ വേറൊരു പ്രശ്നം കയറി വന്നു. ഒരു ദിവസം ഞാൻ ഒരു സ്ഥലത്ത് പോയി, കുറച്ച് പാകിസ്ഥാനികൾ, ഞങ്ങൾക്ക് വേറൊരു ഹിന്ദി മിനിസ്ട്രി ഉണ്ട്, നമ്മുടെ ഒരു അസോസിയേറ്റ് പാസ്റ്ററാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ബാപ്റ്റിസം എടുക്കാൻ കുറേ പേര് റെഡിയാണ്, അതുകൊണ്ട് പാസ്റ്റർ ഒന്ന് വന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു വരാം. എനിക്ക് വയ്യായിരുന്നു, എന്തെങ്കിലും ഞാൻ പോയി രാത്രി അവർക്ക് ഭയങ്കര ക്വസ്റ്റ്യനാണ്. 10 വരെ ഇരുന്ന് അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വേറൊരു ഇഷ്യൂ കയറി വന്നിട്ട് ഞാൻ ഡ്രൈവേലിട്ട് വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ സംസാരിക്കണം. അകത്തോട്ട് കയറിയാൽ ഈ വിഷയം സംസാരിക്കാൻ ഒക്കത്തില്ല. ഒരു വ്യക്തിയോട് സംസാരിച്ച് രാത്രി 1 മണിയായി. ഉള്ളത് പറഞ്ഞാൽ വന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ രാവിലെ മുതൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത. ഞാൻ ഒരു കർത്താവെ ചില ദിവസങ്ങൾക്ക് ശേഷം ഇത് പോകണമല്ലോ. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവിക പദ്ധതിയും ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചാൽ എത്ര പോരാട്ടങ്ങളും തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ അതിജീവിക്കുവാൻ, നമ്മളിൽ കൂടെ ഉള്ള ദൈവിക പദ്ധതിയെ ഉദ്ദേശത്തെ നിവൃത്തിയാക്കുവാൻ ദൈവം ശക്തനാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ നിഷ്കളങ്കതയോടെ നമ്മുടെ അജണ്ട ഒന്നുമില്ലാതെ ദൈവത്തിന് വേണ്ടി നിന്നാൽ മാത്രം മതി. അപ്പോൾ ഞാനിനി ഒരു കഥ പറയാൻ പോവാ. കഥയല്ല, ഒരു സംഭവം പറയാൻ പോവാ. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കല്ലേ, ഞാൻ ഇവിടെ ഞാൻ പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്. ഡ്വൈറ്റ് പെൻറ്റക്കോസ്റ്റിൻ്റെ കമൻട്രി ഉണ്ട് ഫിലിപ്പീൻസിനെ പറ്റി. ആ ഫിലിപ്പീൻസിനെ പറ്റിയുള്ള കമൻട്രിക്കകത്ത് അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് ടെക്സസിൽ നടന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതിവിടെ കുറച്ച് സാമ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്, ഞാനത് പറയുന്നതിന് വലിയൊരു ഉദ്ദേശമുണ്ട്.
അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു ചർച്ചിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അത് പ്രോപ്പർട്ടിയെ സംബന്ധിച്ച, പ്രോപ്പർട്ടിയുള്ള ചർച്ച. അപ്പോൾ രണ്ട് കൂട്ടർക്കും ആ പ്രോപ്പർട്ടി വേണം. ആ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള പ്രശ്നമായി കേസായി അവസാനം സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി വരെ പോയപ്പോഴത്തേക്കിന് സുപ്രീം കോർട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ഇത് റിലീജിയസ് മാറ്റർ ആയതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കത്തില്ല, ഇത് ചർച്ചിൻ്റെ ഗവർണിംഗ് ബോഡി കൊണ്ട് ഡിസിഷൻ എടുക്കാമെന്ന് പറഞ്ഞ് സുപ്രീം കോർട്ട് ആ കേസ് തള്ളിക്കളഞ്ഞു. ആ കേസ് പോയപ്പോൾ അത് അത്രയും ഫേമസ് ആയതുകൊണ്ട് അവിടുത്തെ ലോക്കൽ ന്യൂസുകാർ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. വാട്ട് ഈസ് ദ റീസൺ, എന്താണ് ഇവിടം വരെ എത്തിയത് ഇതിങ്ങനെ? അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചപ്പോൾ അവസാനം ചർച്ച് കൗൺസിൽ ഡിസൈഡ് ചെയ്തു, ഒരു ഗ്രൂപ്പിന് കൊടുത്തു, അങ്ങനെ അങ്ങ് പോയി. ആ കേസ് അങ്ങനെ അങ്ങ് സോൾവ് ആയെങ്കിലും അദ്ദേഹം ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നപ്പോൾ അവസാനം ഒരു പോയിന്റിലെത്തി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അവസാനം പറഞ്ഞു, ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം. പറയാൻ പോവാണ്, കേട്ടോണം, ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് ദൈവസഭയോട് ഭയങ്കര സ്നേഹമാണ്. കാരണം യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം ജയിക്കത്തില്ല. എനിക്ക് വളരെ ഇതാണ്, അതുകൊണ്ട് ഒരു പാഷനാണ് അത്. ചർച്ച് എന്ന് പറയുന്ന ഒരു പാഷനാണ്. എൻ്റെ ചർച്ച എന്നല്ല, ദൈവസഭ അക്രോസ് ദ വേൾഡ്. അപ്പോൾ ഈ വിഷയം പറഞ്ഞിട്ട് ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പറയാം. അപ്പം ഇതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രാവശ്യം ചർച്ചിൽ ഒരു ഫെലോഷിപ്പ് ഡിന്നർ നടക്കുക. ആ സമയത്ത് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചന് കിട്ടിയ ചിക്കൻ്റെ പീസിൻ്റെ സൈസ് അപ്പുറത്തിരുന്ന ചെറുപ്പക്കാരൻ്റെ സൈസിനേക്കാളും ചെറുതായിരുന്നു. അപ്പം അത് തുറന്നപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു, എനിക്ക് കിട്ടിയ പീസ് ചെറുതാ. അതിനെ ചൊല്ലി തുടങ്ങിയ വിഷയമാണ് ഈ സുപ്രീം കോർട്ടിലും എത്തിയത്. ശരിക്കും പിശാചിന് ഒരു ചെറിയ കാര്യം മതി വലിയ വിഷയം ഉണ്ടാക്കാൻ. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാമോ? നമ്മൾ അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ശത്രു ശരിക്കും എന്ത് ചെയ്യും? ജയമെടുക്കും. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. ഞാൻ എല്ലായിടത്തും പോകുന്ന പല രാജ്യങ്ങളും എവിടെ പോയാലും ഞാനൊരു കാര്യം പറയാറുണ്ട്. എനിക്കറിയത്തില്ല ഇവിടെ എവിടെയെങ്കിലും പറഞ്ഞു കാണും, റിപ്പീറ്റ് ചെയ്താലും കുഴപ്പമില്ല. എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, 2000 വർഷക്കാലം മുമ്പ് ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു, മാനവജാതിയെ രക്ഷിക്കാൻ, സേവ് ഹ്യൂമാനിറ്റി പ്രോജക്റ്റ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തത് സ്വർഗത്തിലെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു കാൽവരി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. നമുക്കറിയാം വചനത്തിൻ്റെ സത്യങ്ങൾ. അത് കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാണ്. ആദ്യകാലത്ത് കർത്താവ് ഈ പ്രൊജക്റ്റിലേക്ക് വിളിച്ചവരായിരുന്നു പത്രോസ്, യോഹന്നാന്, പിന്നെ പൗലോസ്, ഇങ്ങനെയുള്ള കുറേ ദേവദാസൻ. പിന്നെ കാലാകാലങ്ങളായി ദൈവം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒത്തിരി പേരെ ഇങ്ങനെ കർത്താവ് വിളിച്ച് വേർതിരിച്ചു. ഈ കാലഘട്ടത്തിൽ വിളിച്ചവരിലാണ് നമ്മളൊക്കെ. ഇതിൻ്റെ ഓണർ ഒറ്റ ഒരാളാണ്. ആ ഓണർ ഓരോരുത്തർക്കും ഓരോ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി, എനിക്ക് നിങ്ങളെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ. പക്ഷേ എൻ്റെ ഉടമസ്ഥൻ അറിയാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. എന്നെ എന്തെല്ലാം ഉടമസ്ഥൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് ശരിക്കറിയാം. അപ്പോൾ ഞാനൊരു കാര്യം, നിങ്ങളിൽ മാനേജറായിട്ട് ജോലി ചെയ്തിട്ടുണ്ടവരുള്ളെങ്കിൽ നിങ്ങൾക്കറിയാം ഒരു സ്റ്റാഫിന് എന്ത് എഫിഷ്യൻസി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ചിലപ്പോൾ ഒരു സ്റ്റാഫിനെ എടുത്ത് ഒരിടത്തോട്ട് അങ്ങോട്ട് മാറ്റുന്നിരിക്കും, ഇങ്ങോട്ട് മാറ്റുന്നിരിക്കും. അതെല്ലാം മാനേജറിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്നറിയാമോ? പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ ഒരു മാനേജർ എൻ്റെ പല വിഷയത്തിലുണ്ടെങ്കിലും ചില സമയത്ത് ക്രൈസിസ് വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, ഈ ക്രൈസിസ് ഒന്ന് സോൾവ് ചെയ്യണം. അപ്പം ഞാൻ പറയും, എനിക്ക് ഫ്രീ ഹാൻഡ് തരണം. എന്തിനാണെന്നറിയാമോ? എനിക്ക് ആരെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണമെന്നുള്ളത് എനിക്കറിയാം. അത് ചെയ്താൽ മാത്രമേ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. എനിക്ക് ഫ്രീ ഹാൻഡ് വേണം. അപ്പോൾ മനുഷ്യനായിരിക്കുന്ന എനിക്ക് അതിനുള്ള ജ്ഞാനമുണ്ടെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനം എത്ര വലുതാണ്! ആ ജ്ഞാനത്തിലാണ് അവൻ പലരെയും പലതിനും നിയോഗിക്കുന്നത്, പലരെയും പല റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത്. നമുക്കാർക്കെങ്കിലും കഴിവുണ്ടായിട്ടാണോ? വിദ്യാഭ്യാസം കൊണ്ടാണോ? അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും പാരമ്പര്യം പറയാനുണ്ടോ? പലരും എന്നോട് ചോദിക്കാറുണ്ട്, പാസ്റ്ററുടെ ഫാദർ ഒരു പാസ്റ്ററായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് കുടുംബത്തിൽ പോലും പാസ്റ്റർമാരറിയത്തില്ല. റീസെൻ്റ്ലി കുറച്ചാൾ മുമ്പാണ് ഞാൻ എങ്ങാണ്ടൊരു പാസ്റ്ററെ കണ്ടുപിടിച്ചത്. ഇനിയിപ്പോൾ കണ്ടുപിടിച്ചാൽ എനിക്കറിയത്തില്ല എല്ലാവരും ഉണ്ടോ എന്ന്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ നിയോഗം ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടെങ്കിൽ അവൻ്റെ ചരിത്രം വിഷയമല്ല, അവൻ്റെ പാരമ്പര്യം വിഷയമല്ല, അവൻ്റെ കുടുംബ പശ്ചാത്തലം വിഷയമല്ല. ദൈവത്തിൻ്റെ നിയോഗമുണ്ട്. നീ സമർപ്പിച്ചവളാണെങ്കിൽ ദൈവത്തിന് നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. പെട്ടെന്ന് പോട്ടെ, ഇവിടുത്തെ ദൈവസഭയോട് ഞാൻ പറയട്ടെ, നമ്മുടെ മേൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന, പെട്ടെന്ന് ഞാൻ ആ വചനങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നമുണ്ടായി.
ഒന്നാം നൂറ്റാണ്ടിലെ സഭയ്ക്ക് പല വെല്ലുവിളികൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭ നേരിട്ടു. നമുക്കറിയാം, പെർസിക്യൂഷൻ ആയിരുന്നു ആദ്യത്തെ ഒരു വെപ്പൺ. അത് നമുക്കില്ലല്ലോ, അങ്ങനൊന്നും ഇല്ലല്ലോ. ഇന്ന് നമുക്ക് പുറത്തല്ലല്ലോ, അകത്തൊന്നുമില്ല നമുക്ക് പെർസിക്യൂഷനൊക്കെ ഉള്ളത്. കോംപ്രമൈസ്, അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ ആദ്യ നൂറ്റാണ്ടിലെ സഭ നേരിട്ടെങ്കിലും ഈ ദൈവസഭ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വിഷയമുണ്ടാകുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവിക പദ്ധതി എവിടെ ഉണ്ടോ അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു പോരാട്ടമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അനുഭവത്തിൽ കൂടി ഇത്രയും നാളത്തെ കണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. മിനിസ്ട്രിയിലൊക്കെ നമ്മൾക്ക് ഇഷ്ടംപോലെ മനസ്സിലായി. ഉദാഹരണം പറയാം, മോശയെ കൊണ്ട് ദൈവത്തിന് ഉദ്ദേശം ഉണ്ടായിരുന്നു. ജനിക്കുമ്പോൾ തന്നെ അവനെ കൊല്ലാനുള്ള പദ്ധതികൾ പിശാച് ഇട്ടെങ്കിലും മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. കാരണം പദ്ധതി ഇട്ടത് ദൈവമാണ്, തകർക്കാൻ ശ്രമിച്ചത് പിശാചാണെങ്കിലും പദ്ധതി ഇട്ട ദൈവമായതുകൊണ്ട് മോശ എത്ര വർഷം ജീവിച്ചു? 70 120. 40 വർഷം അവൻ ആ വേണ്ട ട്രെയിനിങ് മുഴുവൻ മിസ്രൈമിൽ കൊടുത്തിട്ട് 40 വർഷം അവനെ ഒതുക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ അവനെ ഒരുക്കാൻ വേണ്ടി എടുത്തിട്ട് അവസാനം 40 വർഷം അവനിൽ കൂടെ ആ വലിയ ദൗത്യം നിവർത്തിയാക്കിയെങ്കിൽ ഇന്ന് പകൽ ഒരിക്കൽ കൂടെ നമ്മൾ വിശ്വസിക്കണം, പിശാചിൻ്റെ തന്ത്രങ്ങളും അവൻ്റെ പ്ലാനുകൾ ഉണ്ടെങ്കിലും നമ്മൾ ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചാൽ കർത്താവ് അതിൻ്റെ അപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യും. യേശു കർത്താവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് നമുക്കറിയാം കൊല്ലാൻ വേണ്ടിയുള്ള വിഷയങ്ങളുണ്ടായി. ഈ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുമ്പോട്ട് പോകുന്ന സമയമായിരുന്നു. ഏത്? അപ്പോസ്തല പ്രവൃത്തി 5-ന്റെ ലാസ്റ്റ് വേഴ്സിലോട്ട് വരുമ്പോൾ, അതിൻ്റെ 42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ്? അപ്പോൾ എന്നോടൊക്കെ പലരും ചോദിക്കാറുണ്ട്, പാസ്റ്ററെ അമേരിക്കയിലെ സഭയാണോ നല്ലത്, ഇന്ത്യയിലെ ആണോ? ഞാൻ പോയ സ്ഥലത്തെയൊക്കെ ഞാൻ പറയും ഏറ്റവും എനിക്കിഷ്ടം ആഫ്രിക്കയാണ്. കാരണം അതിനകത്ത് ഒത്തിരി കഥകൾ പറയാനുണ്ട് അതിനെപ്പറ്റി. പക്ഷേ എന്നൊക്കെ ഒരു ചോയ്സ് തരാമെങ്കിൽ ഞാൻ ഈ സഭയുടെ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നു. കാരണം എല്ലാ ദിവസവും അവർ ദേവാലയത്തിൽ എന്ത് ചെയ്യുക? എത്ര വേരിയസ് ഹോംസ്, ഭവനങ്ങളിൽ ചേർന്ന് കണ്ടിന്യൂയിങ് ദ ടീച്ചിങ്. അവർ പഠിപ്പീരിൽ ശിഷ്യന്മാർ അവിടെ എന്ത് സംഭവിക്കുകയാണ്? അവർ ദേ ആർ പ്രൊക്ലെയിമിങ് ദ ഗുഡ് ന്യൂസ്. ഓരോ ദിവസവും എന്ത് ചെയ്താണ്? സുശേഷം പ്രസംഗിച്ച് അവർ മുമ്പോട്ട് പോകുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിൽ പോകുമ്പോഴാണ് ഒരു പ്രതിസന്ധി ദൈവസഭ നേരിടുന്നത്. ക്രൈസിസ് കംസ് ടു ദ ചർച്ച്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. റൈറ്റ്, ഡിസൈപ്പിൾസ് പെരുകിയപ്പോഴാണ് കംപ്ലൈൻറ്റ്, പിറുപിറുപ്പ് ആരംഭിച്ചു. വായിച്ചു പാസ് അതൊന്ന് വായിച്ചു ആ വാക്യം. നമുക്കറിയാവുന്ന കാര്യമാണ്, ഞാൻ പെട്ടെന്ന് പോകാം. കാരണം എനിക്ക് പറയാനുള്ള ദൂത് പറഞ്ഞിട്ട് എനിക്ക് പോകണം, സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയാം ജെറുസലേമിലെ സഭയിൽ ഒരു ക്രൈസിസ്. ആ ക്രൈസിസ് എന്താണ്? പിറുപിറുപ്പിൻ്റെ വിഷയം എന്താണ്? ഇഗ്നോറൻസ്. ഞങ്ങൾ ചിലരെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുന്നു. സാധാരണ സഭകൾ വളരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഞങ്ങളെപ്പോൾ ഉള്ളവരിത് പക്ക പറഞ്ഞേ ഒക്കത്തുള്ളൂ. പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആൾക്കാർ പറയും, ഈ പാസ്റ്റർക്ക് ഇപ്പം ഞങ്ങളോട് താല്പര്യമൊന്നുമില്ല. റൈറ്റ്, അതുണ്ടാവും. പക്ഷെ അതിനെ ഓവർകം ചെയ്യുന്നതാണ് നിൻ്റെ ആത്മീയ പക്വത. ഇല്ലെങ്കിൽ നമ്മൾ തകരും. അതുപോലെ വേറെ പല പല വിഷയങ്ങളുണ്ട്. കുറേ നാളായിട്ട് നമ്മൾ ഇതിനകത്തുള്ളത് കൊണ്ട് നമുക്കറിയാം. പക്ഷേ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രൈസിസിൽ ഈ ഒരു ഡിവിഷനിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം, പിശാചിന് ഏറ്റവും ഇഷ്ടമാണ് എന്ത്? ഡിവിഷൻ. കാരണം ദൈവം എവിടെയാണ് പ്രവർത്തിക്കുന്ന? ഐക്യതയുള്ളിടത്ത്. കാരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം, പ്രതിസന്ധി മുഴുവൻ അവിടെ ആയി കിടക്കുന്നത്. കാരണം ഗോഡ് cannot do anything where disunity is. ഐക്യതക്കേടുള്ളത് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് പാട്ട് പാടി, സോറി ടു സേ ലൈക്ക് ഇങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണം, നമ്മൾ കുറച്ച് പാട്ടും പാടി അങ്ങേറ്റത്തെ കയ്യും കൊട്ടി അന്യഭാഷ പറഞ്ഞിരിക്കും. അന്തരാത്മാവിൽ ഐക്യതയില്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് അവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഞാൻ പഠിച്ച ദൈവജനത്തിൽ അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, അങ്ങനെയാണ് എൻ്റെ അനുഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ലാതെ കാരണം ദൈവം ഷോ ഓഫിൻ്റെ ദൈവമല്ല, പ്രകടനത്തിൻ്റെ ദൈവമല്ല ദൈവം. അവൻ റിയൽ ദൈവമാണ്. ഹീസ് എ റിയൽ ഗോഡ്. അവൻ അന്തരംഗത്തിൽ സത്യമിച്ഛിക്കുന്നവനാണ്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഡിവിഷൻ വരുമ്പോഴത്തേക്കിന് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഐക്യതയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത് സാധാരണ? ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പക്ഷത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവകൃപ പ്രാപിച്ച് ഫൈറ്റ് ചെയ്യേണ്ട വിഷയം ഐക്യതയ്ക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. കാരണം ആ ഫൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡിവിഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്, യൂണിറ്റി ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
നിങ്ങൾക്ക് ഇതിനെ വിപരീതമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മീറ്റിംഗ് കഴിയുമ്പോൾ എന്നോട് വന്ന് സംസാരിക്കണം, ഞാൻ ഉച്ചക്കത്തെ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് മുൻപും വന്ന് പഠിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ. കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു നിമിഷം മതി, പക്ഷേ ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ എത്ര സമയം എടുക്കും, റൈറ്റ്? ഒരു വാക്ക് മതി പ്രശ്നം ഉളവാക്കാൻ, പക്ഷേ ആ ഒരു വാക്കിലുണ്ടായ പ്രശ്നത്തെ സോൾവ് ചെയ്യുവാൻ എത്ര മണിക്കൂറുകൾ സംസാരിച്ചാലോ എന്നിട്ടും തീരുമോ? ഇത് തീരത്തില്ല. അതുകൊണ്ട് ദൈവജനം ഈ ഒരു കാഴ്ചപ്പാട് ഏറ്റെടുക്കണം. എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ടത് എൻ്റെ പക്ഷത്തിന് വേണ്ടിയല്ല, ഐക്യതയ്ക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യണമെങ്കിൽ ചരിത്രം പുറകിലിട്ടണം. We have to put back the history, background, culture, personality, all for the sake of the gospel. യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ഇതെല്ലാം നമ്മൾ ത്യജിക്കാൻ വേണ്ടി റെഡിയാകണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒത്തിരി സെൽഫിഷാണ്. സോറി ടു സേ, ഞാൻ ഉൾപ്പെടെ. കാരണം എൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. എനിക്കിഷ്ടം മലയാളം പാട്ടാണെങ്കിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന 10 പേർക്ക് മലയാളം അറിയത്തില്ലെങ്കിൽ എനിക്ക് മലയാളമേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ പറയുന്നത് നമ്മളങ്ങ് മിഷണറി വീരന്മാരാ, അല്ലേ? നമ്മൾ വേറെ ഒരു ഭാഷയിൽ, ഒരു ലാംഗ്വേജിൽ ഒരു പാട്ട് കേട്ടാൽ നമ്മൾ ആകെപ്പാടെ പിന്നെ അസ്വസ്ഥതയാണ്. നമുക്കൊക്കെ വേണം, നമ്മുടെ ഭാഷകൾ വേണം. പക്ഷേ നമ്മളൊരു ചർച്ചിൽ വരുന്നത് എനിക്കെന്ത് കിട്ടുമെന്നുള്ളതിനല്ല. നമ്മൾ ചർച്ചിൽ വരുന്നത് എനിക്ക് ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാം, ഫൈനാൻസ് അല്ല, നമ്മുടെ ജീവിതം കൊണ്ട്. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ദൈവസഭകൾ ഈ നാളുകളിൽ കടന്നു വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് റോൾസ് പലതാണെങ്കിലും ഗോൾ ഒന്നേ ഉള്ളൂ. ഇപ്പം UK ദൈവദാസന്മാരുടെ റോള് വേറെയാണ്, എൻ്റെ റോള് വേറെയാണ്, ഇവിടെ ഇരിക്കുന്ന ഷിബു പാസ്റ്ററുടെ റോള് വേറെയാണ്, ഈ ചർച്ചിലെ ഓരോ മെമ്പേഴ്സിൻ്റെ റോള് വേറെയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഗോൾ ഒന്നേ ഉള്ളൂ, അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ച. ദാറ്റ് ഈസ് ദ ഓൺലി ഗോൾ. അതിനുവേണ്ടി എന്തും നമ്മൾ സഹിക്കാൻ റെഡിയാകണം. ദൈവമക്കളെ, ഒരു പ്രത്യേക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ശുശ്രൂഷയുടെ ഒരു ഘട്ടത്തിൽ എനിക്ക് ന്യായമായിട്ട് പലതും പറയാമായിരുന്നു. ഞാനിത് എക്സാമ്പിൾ എല്ലായിടത്തും പറയുന്ന എക്സാമ്പിളല്ല, പക്ഷേ ഞാൻ ഒന്നും പറഞ്ഞില്ല. കുറേ പേരിരുന്ന് എന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി നാൾ മുമ്പ് അക്യൂസ് ചെയ്തപ്പോഴും ഞാൻ അവിടുന്ന് ക്ഷമ ചോദിച്ചിറങ്ങി. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. പക്ഷേ എൻ്റെ ഉള്ള് ജഡം പറഞ്ഞു, നീ എന്തുകൊണ്ടാ പറയാഞ്ഞത്? നിനക്ക് പോയിൻറ്റ്സ് ഉണ്ടായിരുന്നല്ലോ, നീ ശരിക്കും ഒന്ന് പോയിൻറ്റ്സ് വെച്ചിരുന്നെങ്കിൽ നീ ജയിച്ചേനെവല്ലോ. നീ പരാജയപ്പെട്ട് നാണം കെട്ടവനായി ഇറങ്ങി, ക്ഷമ ചോദിച്ചിട്ട് ഇറങ്ങി. ഞാനത് എന്തിനാണ് ചെയ്തതെന്നറിയാമോ? എൻ്റെ മുമ്പിൽ വലിയൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷേ ഞാൻ പറയാം, ഇനി ബാക്കി പറയാം. വൈകുന്നേരം അന്ന് സന്ധ്യാസമയത്ത് ഞാൻ നടക്കാനിറങ്ങി. കാരണം അങ്ങനെ ഇറങ്ങാറില്ല. ഞാൻ നടക്കാനിറങ്ങിയത് എൻ്റെ വേദനയൊന്ന് അല്പം ബ്രീത് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഞാനിങ്ങനെ മേളിലോട്ട് നോക്കുക. അപ്പോൾ എൻ്റെ ഉള്ളിൽ പറയുന്നു, ഒരു വിധത്തിൽ എനിക്ക് പറയുന്നു നല്ലതാണ് നീ ചെയ്തത്. പക്ഷേ എൻ്റെ അകത്ത് എൻ്റെ ജഡം പറയുന്നു, നീ പൊട്ടനായി, നീ പൊട്ടനാണ്. ഞാനിങ്ങനെ മേളിലോട്ട് നോക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു കാഴ്ച കാണുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് I see a smile. എൻ്റെ അപ്പൻ സ്വർഗത്തിൽ നിന്ന് പറയുന്നു, വെൽ ഡൺ, വെൽ ഡൺ. അത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ പലപ്പോഴും പൊട്ടന്മാരാണെങ്കിലും ഈ പൊട്ടന്മാരുടെ ഇവരെ ആദരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഞാൻ പറയട്ടെ, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നീ പൊട്ടനും പോഷ്കനുമാണെന്ന് നിന്നെ ലോകം മുഴുവൻ ലേബൽ ചെയ്താലും സാരമില്ല. നിന്റെ യാഥാർത്ഥ്യങ്ങളെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അത് നമ്മൾ ഗ്രഹിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ക്രൈസിസ് വന്നപ്പോൾ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? ഞാൻ പെട്ടെന്ന് എൻ്റെ കൺക്ലൂഷനിലേക്ക് വരാൻ ശ്രമിക്കാം. ഈ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? അവർ പറഞ്ഞു, ഞങ്ങൾ ഈ പ്രസംഗവും പിന്നെ ഇതെല്ലാം വിട്ടിട്ട് മേശയുടെ ശുശ്രൂഷ ചെയ്യുന്നത് നന്നല്ല. അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, സെലക്ട് ഫ്രം അമംഗ് യു 7 men of good reputation. നിങ്ങൾ 7 പേരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അവരുടെ പ്രധാന പണി എന്താണെന്നും പിന്നെ അവരുടെ പണി എന്തല്ലെന്നും. ഇന്ന് ഷിബു പാസ്റ്റർ, ഇവിടെ സാംകുട്ടി പാസ്റ്ററൊക്കെ പ്രാർത്ഥിച്ച് സഭയുടെ ശുശ്രൂഷകനായി നിയമിക്കാൻ പോവുകയാണല്ലോ ഇന്ന് ഒഫീഷ്യലി. ഞാൻ പറയട്ടെ, ഒരു ദൈവദാസൻ്റെ പ്രൈമറി കൺസേൺസ് ആണ് ഞങ്ങൾ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും എന്ത് ചെയ്യും? ഒറ്റിരിക്കും. ഞാൻ പറയട്ടെ, ഒരു സഭ ഒരു ദൈവദാസന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്നറിയാമോ? എന്താണ്? വചന ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരം കൊടുക്കുക. പക്ഷെ അപ്പം നിങ്ങൾ പറയും, ഞങ്ങൾ പാസ്റ്റർമാർക്ക് എല്ലാ അവസരങ്ങളും കൊടുക്കാറുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ പ്രവൃത്തി കൊണ്ട് അവർ ഉറങ്ങിയില്ല,
അവർ ദുഃഖിച്ച് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വചനം ധ്യാനിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു രീതി പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അതല്ല. ശുശ്രൂഷയിലായിരുന്ന ഒരു പക്ഷേ ദൈവദാസന്മാരുടെ മക്കൾ ഇവിടെ ഉണ്ടായിരിക്കാം, ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എന്നെക്കാട്ടിലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. എത്ര ദിനരാത്രങ്ങളാണ് ഉറക്കളച്ച് പോകുന്നത്, ഉറക്കം കെട്ടുപോകുന്നത്. പക്ഷേ ഇവിടെ അപ്പോസ്തലന്മാർക്ക് നല്ലൊരു ബോധ്യമുണ്ടായിരുന്നു, ഞങ്ങൾ ഈ പണിക്ക് പോയാൽ, മേശര ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയാൽ ബാക്കിയെല്ലാം പ്രശ്നമാകും. അതുകൊണ്ട് സോ ദേ ഡിസൈഡഡ് ദാറ്റ് സെലക്ട് 7 people ആൻഡ് വി വിൽ ഫോക്കസ്. അവർക്ക് അവരുടെ ഫോക്കസ് എന്താണെന്നുള്ളതിനെ പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് അറിയാം, നമുക്കെല്ലാവർക്കും നമ്മുടെ ലിമിറ്റേഷൻസ് അറിയാം. നമ്മുടെ ലിമിറ്റേഷൻസിൽ ദൈവം തന്ന കൃപയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അതിൻ്റെ അപ്പുറം ചെയ്യാൻ പോകല്ലേ. ഇവിടെ വന്നു സാംകുട്ടി പാസ്റ്ററെ കണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി, ഇനി ഞാൻ നാളെ സാംകുട്ടി പാസ്റ്റർ ആകാൻ പോകല്ലേ. ദൈവം എന്നെ ഏൽപ്പിച്ച പണിയുണ്ട്, ആ പണി ഞാൻ ഫോക്കസ് ചെയ്താൽ മതി. ദൈവസഭയാണെങ്കിലും അതേ വിഷയം തന്നെയാണ്. ഓരോരുത്തരെ ഏൽപ്പിച്ചത് ഓരോരുത്തർ ചെയ്താൽ എന്തായിത്തീരും? ദൈവത്തിൻ്റെ രാജ്യം നമ്മളിൽ കൂടെ വളരും. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സെലക്ട് ചെയ്യാൻ പറഞ്ഞവരിൽ 3 ഗുണങ്ങൾ ശ്രദ്ധിച്ചെല്ലാവരും കേൾക്കണം. 3 ഗുണങ്ങൾ. ഒന്നാമത്തെ ഗുണം എന്താണ്? അവർക്ക് ഗുഡ് റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. എന്താണ്? നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഗുണം ഫുൾ ഓഫ് സ്പിരിറ്റ് ആൻഡ് വിസ്ഡം, ആത്മാവും ജ്ഞാനവും ഉള്ളവരായിരിക്കണം. മൂന്നാമത് വിശ്വാസവും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരുമായിരിക്കണം. ഒരു ശുശ്രൂഷ, ഇനി ദൈവസഭയുടെ ഏതൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഞാൻ പാസ്റ്റർമാരുടെ കാര്യം മാത്രമല്ല പറയുന്നത്, നമ്മളെല്ലാവരും വി ആർ കോ വർക്കേഴ്സ്, കോ ലേബറേഴ്സ്. നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? ഹി ഹാസ് അപ്പോയിൻറ്റഡ് ആസ് എ പ്രീസ്ലി ഡ്യൂട്ടി നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ ചെയ്യാൻ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദേശത്ത് നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. വി നീഡ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റെപ്യൂട്ടേഷൻ. അടുത്തത് ഫുൾ ഓഫ് സ്പിരിറ്റ് ആൻഡ് വിസ്ഡം, ആത്മാവിലും ജ്ഞാനത്തിലും നമ്മൾ നിറഞ്ഞവരായിരിക്കണം. പിന്നെ വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ നോക്കുന്ന കുറച്ച് മിടുക്കന്മാർ, കുറച്ച് കഴിവുള്ളവർ, കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയവർ, കുറച്ച് വാക്കുകളൊക്കെ നോ 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 നോ. ദ ബൈബിൾ സേയ്സ് ദാറ്റ് യു ഷുഡ് ഹാവ് എ ഗുഡ് റെപ്യൂട്ടേഷൻ. നല്ല സാക്ഷ്യം ഉണ്ടായിരിക്കണം, ആത്മനിറവ് ഉണ്ടായിരിക്കണം, ജ്ഞാനം ഉണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം. വിശ്വാസം വളരെ അത്യാവശ്യമാണ്. വിശ്വാസമില്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും അവിശ്വാസം പറഞ്ഞ് പലതും നശിപ്പിക്കാറുണ്ട്. ഈ ചില പേരൻസിനോട് ഞാൻ സാധാരണ പറയാറുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളായിക്കൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യില്ല, തകർക്കല്ലേ. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ ദേഷ്യം വരുമ്പോൾ എന്തെല്ലാമാ പറയുന്നത്, റൈറ്റ്? പക്ഷേ വി ഷുഡ് ഹാവ് ആൻ ആറ്റിറ്റ്യൂഡ് വേർ വി സി. നമ്മൾ ദൈവസഭയെ പറ്റി പറയുമ്പോൾ ദൈവസഭ തളർന്നു പോകും, ഇടിഞ്ഞു പോകും. ഇടിഞ്ഞു പോകും. നമ്മൾ പറയുക എല്ലാം തകരുമെന്ന് പറഞ്ഞാൽ അത് തകരും. പക്ഷെ നീ വിശ്വാസത്തോട് പറയാ, അല്ല, എൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഒരു പണി ചെയ്യും. എൻ്റെ ദൈവം ശക്തനായ ദൈവമാണ്. എൻ്റെ ദൈവം അവനവൻ്റെ സഭയെ പണിയുന്ന ദൈവമാണെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പ്രൊക്ലെയിം ചെയ്യുമ്പോൾ കർത്താവ് അത് ചെയ്യുന്ന ദൈവമാണ്. ഒരു പ്രാവശ്യം ഒരു പ്രത്യേക വിഷയത്തിൻ്റെ മധ്യത്തിൽ ഞാൻ എൻ്റെ സഭയിൽ മീറ്റിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്കൊരു നിയോഗം തന്നു. പറഞ്ഞു, നീ ഇത് പ്രൊക്ലെയിം ചെയ്യാൻ പറഞ്ഞു. ആ നിയോഗത്തിലാണ് ഞാൻ പ്രൊക്ലെയിം ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ആത്മനിയോഗത്താൽ നമ്മൾ പ്രൊക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ ദേഷ്യത്തിലും വൈരാഗ്യത്തിലും നെഗറ്റീവ് പറഞ്ഞാലും അതും ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ ഭവിച്ചെന്നിരിക്കും. അതുകൊണ്ട് ദൈവമക്കൾ ഹല്ലേലൂയ നെഗറ്റിവിറ്റി വിട്ടിട്ട്, ഞാൻ പറഞ്ഞ നെഗറ്റീവ് വിട്ടിട്ട് പോസിറ്റീവ് ചിന്തിക്കാനുള്ള 4th ഡയമെൻഷൻ ഫെയ്ത്തിൻ്റെ കാര്യമൊന്നുമല്ല പറയുന്നത്. വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, കർത്താവ് എന്ത് പറഞ്ഞു എന്ന് വിശ്വസിക്കണം. ദൈവാത്മാവ് ഹല്ലേലൂയ നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കണം. അതിനുവേണ്ടി നാം ഒരുങ്ങണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ട് നീ കിടന്ന് ഉറങ്ങിയാൽ ഒന്നും സംഭവിക്കത്തില്ല. ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനുവേണ്ടി പ്രിപ്പയർ ആകണം. ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്ത് എന്തിനാണെന്നറിയാമോ? ഒരു ഡിഗ്രിയോ ഇതൊന്നും കിട്ടാനൊന്നുമല്ല. എനിക്കൊരു ആഗ്രഹമുണ്ടായി, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാൻ, വേറെ ഒന്നും കൊണ്ടല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അകത്ത് നമ്മളതിന് വേണ്ടി ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഞാനിങ്ങനെ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങളോട് ദൈവം പറഞ്ഞു ഫ്രാൻസിൽ ദൈവം ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? നാളെ പോയി ഫ്രഞ്ചിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്യണം. അതാണ് വിശ്വാസം.
അല്ലാതെ ഫ്രാൻസിൽ പോയിട്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും നോക്കാനല്ല. എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, അതിലേക്ക് ദൈവം എന്നെ നടത്തുന്ന ദൈവമാണ്. അതിൽ നീ സ്റ്റെപ്പ് എടുക്കണം. നീ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴാണ്, കാല് മുമ്പോട്ട് വെക്കുമ്പോഴാണ് ദൈവം നിന്നെ ബാക്കപ്പ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒതുങ്ങിപ്പോകരുത്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പിശാചിൻ്റെ തന്ത്രം നമ്മളെ ലിമിറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ലിമിറ്റഡായി പോകരുത്. അപ്പോൾ ഇവർ തീരുമാനമെടുത്തു, വി വിൽ ഡിവോട്ട്. അപ്പോൾ ഈ 3 ഗുണമുള്ള, അതിൻ്റെ അകത്തൊന്ന് സ്റ്റീഫൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 5-ാം വാക്യം ഒന്ന് വായിച്ച പാസ്റ്റർ. 5-ാം വാക്യം അത് വായിച്ചിട്ട് ഞാൻ കൺക്ലൂഷൻ പറയാം. മതി. ഈ വാക്ക് കൂട്ടത്തിനൊക്കെ എന്തായി? ബോധ്യമായി. അവിടെ ഇങ്ങനെയാണ്, ദിസ് പ്രപ്പോസൽ പ്ലീസ് ദ ഹോൾ കമ്പനി. ആശ്രയ ഉള്ളത് പറയാമല്ലോ. ഇന്നത്തെ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? എല്ലാവരും കൂടെ പ്ലീസ് ആയാൽ അതാ പ്രശ്നം. ഒരിക്കലും ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, എന്താണ് ബോർഡ് മീറ്റിങ്ങിൽ ആരും എതിർക്കാഞ്ഞെന്ന്? ഇതെന്ത് ഇത്ര സമാധാനമായി ബോർഡ് മീറ്റിംഗ് പോയെന്ന്? എൻ്റെ കർത്താവെ, നമ്മളെന്ത് പ്രാർത്ഥിച്ച്, കർത്താവെ ആരും പ്രയാസം ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്തെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടാ ഒരു കുഴപ്പമില്ലാതെ ഒരു മീറ്റിംഗ് കൊണ്ടുവന്ന്. അന്നേരം ചിലരുടെ പ്രശ്നം എന്താണെന്നറിയാമോ? എന്താ ഇവിടെ പ്രശ്നം ഇല്ലാത്തതെന്ന്. ചിലരുടെ പ്രശ്നം കമ്മിറ്റിയിൽ എന്താ അടി ഉണ്ടാകാഞ്ഞെന്ന്. നമ്മൾ കർത്താവെ സ്വരം മാറല്ലേ, കർത്താവെ എല്ലാവരും ഐക്യതയെ പോണേ, സന്തോഷത്തിൽ പോകണമേ കർത്താവെ എന്നൊക്കെ പറഞ്ഞ് പ്രശ്നക്കാരെയൊക്കെ നേരത്തെ വിളിച്ച് അവരോട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാം അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടുവന്ന് അവിടെ പറയുമ്പോൾ ആരും ഒന്നും പറയത്തില്ല, എല്ലാവരും സന്തോഷമാണ്. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ ഒരു കാര്യം പറയാം, എതിർക്കാൻ വേണ്ടി എതിർക്കരുത്. ന്യായമുള്ള വിഷയത്തിന് വേണ്ടി പറയണം. ന്യായമില്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് ചിലർക്കുണ്ട എതിർത്തില്ലെങ്കിൽ അവർക്കൊരു സുഖമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ, ചുമ്മാ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു അവർക്കൊരു ത്രില്ല്. അത് ഞാൻ പറയട്ടെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നത് ആ ത്രില്ല് വേണ്ട. നമുക്ക് വേണ്ട ത്രില്ല് എന്തിനാണെന്നറിയാമോ? ഐക്യതയിലും സന്തോഷത്തിലും മുമ്പോട്ട് പോകുന്നതിലായിരിക്കണം നമ്മുടെ ത്രില്ല്. അപ്പോൾ ഇതെനിക്ക് ഈ സഭയെ വളരെ ഇഷ്ടപ്പെട്ടു. സഭയിൽ ഇവിടുത്തെ ജനം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവർ പറഞ്ഞു, ഓക്കെ, അപ്പോസ്തലന്മാർ പറഞ്ഞ പ്രപ്പോസൽ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ അങ്ങനെ മുമ്പോട്ട് പോയ ദൈവസഭ അവരെ സെലക്ട് ചെയ്തു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ടു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ദ വേർഡ് ഓഫ് ഗോഡ് സ്പ്രെഡ്. ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്തു? പരന്നു. ശിഷ്യന്മാരുടെ എണ്ണം യെരൂശലേമിൽ പെരുകി. വലിയ പുരോഹിതന്മാരുടെ ഒരു വലിയ കൂട്ടം. ഇനി അത് അവിശ്വാസത്തിൽ വന്നു. അത് ഇമ്പോസിബിളാണ്. അന്നത്തെ കോണ്ടെക്സ്റ്റ് എന്ത് ഡിഫിക്കൽട്ടാ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുക, ഇന്ന് ഒരു മിനിറ്റ് ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് പറയാണ്, ഇവിടെ വലിയൊരു കൂട്ടം വരാൻ പോവുക. ഞാൻ പ്രവചനമൊന്നും പറയാം, ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണേ. നിങ്ങളിവിടെ കുറേ ബ്രിട്ടീഷുകാരെല്ലാം കൂടെ വിശ്വാസത്തിൽ വരാൻ പോവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയും? നിങ്ങൾ അത്രയൊന്നും വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ലാർജ് ഗ്രൂപ്പ് ഓഫ് പ്രീസ്, പുരോഹിതന്മാരുടെ ഒരു വലിയ കൂട്ടം. പിന്നെ യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം എന്ത് ചെയ്തെന്നാണ് പറഞ്ഞ്? പെരുകി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാര്യം, വി നീഡ് ടു സബ്മിറ്റ് അവേഴ്സെൽഫ് ടു ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. നമ്മൾ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ എങ്ങനെ, ഞാൻ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേവിയർ ആൻഡ് ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്തൃത്വം മുഴുവൻ അവൻ്റെ കയ്യിലാണ്. പക്ഷെ നമ്മളെന്താണെന്നറിയാമോ? കർത്തൃത്വം മുഴുവൻ നമ്മുടെ കയ്യിലാണ്, പിന്നെ നമ്മൾ രക്ഷിതാവായിട്ട് കാണുന്നുമുണ്ട്. ശരിയല്ലേ? കർത്തൃത്വം മുഴുവൻ ഏൽപ്പിച്ചാൽ എന്താ? ഇപ്പോൾ കർത്താവ് പറയുക, മോനെ നീ മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടായിരിക്കണം. കർത്താവ് പറയാ നീ അവിടെ പോകാൻ പറഞ്ഞാൽ നമ്മൾ പോകണം. ഇന്ന് നമ്മുടെ ഒരു ഡയഗ്രാമുണ്ട്, ഒരു പിക്ചറുണ്ട്. ആ പിക്ചറിൽ ഇങ്ങനെയാണ്, കർത്താവ് വരുന്നതിന് മുമ്പ് കർത്താവ് പുറത്തായിരുന്നു. ഇപ്പോൾ കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് നമ്മുടെ മെയിൻ ചെയറിലിരുന്നു, ത്രോൺ അല്ലേ, സിംഹാസനത്തിൽ യേശു ഇരിക്കുക. പക്ഷേ ഇന്ന് പലരുടെ വിശ്വാസികളുടെ ജീവിതത്തിൽ യേശു സിംഹാസനത്തിലല്ല, അകത്തുണ്ട്. പക്ഷേ സിംഹാസനത്തിൽ നമ്മൾ തന്നെ ഇരുന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഈസിയാകും. പക്ഷേ പലയിടത്തും പ്രശ്നം എന്താണെന്നറിയാമോ? കർത്തൃത്വം ഇതുവരെ കർത്താവിനെ ഏൽപ്പിച്ചിട്ടില്ല. അടുത്തത് പറയാം, നമ്മുടെ ടൈമും എനർജിയും ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി കളയല്ലേ. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ കൂടെ കടന്നു പോയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഞാൻ പലതും പറയാറുണ്ട്, 3 കാര്യങ്ങൾ നമ്മൾ ലിമിറ്റേഷനുണ്ട്. എല്ലാവരും പറയും സമയം മാത്രമല്ല, നമ്മൾ എനർജി ലിമിറ്റഡാണ്, നമുക്ക് റിസോഴ്സസും ടാലൻസും ലിമിറ്റഡാണ്. എനിക്കുള്ള കഴിവ് അല്ലെങ്കിൽ എനിക്ക് പാസ്റ്റർ പ്രൈസിനുള്ള കഴിവ് എനിക്കില്ല.
അല്ലെങ്കിൽ സാംകുട്ടി പാസ്റ്റർക്കുള്ള കഴിവ് എനിക്കില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ദൈവം പല പല ടാലൻറ്റുകൾ, പല പല വിഷയങ്ങൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യല്ലേ, നമ്മുടെ എനർജി ഈ വേണ്ടാത്ത കാര്യങ്ങളൊന്നും കളയല്ലേ. അടുത്തത്, മൈനേഴ്സിൽ മേജർ ആകല്ലേ, മേജേഴ്സിൽ മൈനറും ചെയ്യാൻ പോകരുത്. അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ കാര്യങ്ങളെ വലുതായിട്ട് കാണുകയും, ഇന്നലെ ഞാൻ വാല്യൂ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ദൈവസഭയിൽ ചെറിയ കാര്യങ്ങൾ വലുതായിട്ട് കാണും, വലിയ കാര്യങ്ങൾ ചെറുതായിട്ട്. ഒരിക്കലും ഒരു പാസ്റ്റർ ഒരു സഭയിൽ പ്രശ്നം ഉണ്ടായി, കാർപ്പറ്റ് മാറാൻ തീരുമാനിക്കണം. ഒരു കൂട്ടർക്ക് ചുമല കാർപ്പറ്റ് ഇടണം, ഒരു കൂട്ടർക്ക് പച്ച കാർപ്പറ്റ് ഇടണം. വേറൊരു ഗ്രൂപ്പർ പറഞ്ഞു ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നീല കാർപ്പറ്റ് വേണം. എന്ത് ചെയ്യും? വോട്ടിടാൻ പറ്റുമോ? ഞാനതുകൊണ്ട് ദേവാസഭ എടുക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങ് പറയണം. കാരണം എന്താണെന്നറിയാമോ, ഈ വേണ്ടാത്ത കാര്യത്തിൻ്റെ പുറകെ സമയം കളയല്ലേ. കാരണം ചുമലയായാലും നീലയായാലും പച്ചയായാലും അവിടെ അതുകൊണ്ടല്ല ദൈവസാന്നിധ്യം വരുന്നത്. ചിലതിന് ഭംഗിയുണ്ട്, അതൊക്കെ നോക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം നിത്യതയെ ബാധിക്കാത്ത വിഷയത്തിന് വേണ്ടി സമയം കളയല്ലേ. നിത്യതയെ ബാധിക്കാത്ത വിഷയത്തിന് വേണ്ടി നമ്മുടെ സമയവും എനർജിയും കളഞ്ഞാൽ നിത്യതയെ ചെല്ലുമ്പോൾ നമ്മൾ ഒത്തിരി റിഗ്രറ്റ് ചെയ്യും. പക്ഷേ നിത്യതയ്ക്ക് വേണ്ടിയുള്ള വിഷയത്തിന് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ എനർജി എഫോർട്ടും സ്പെൻഡ് ചെയ്താൽ അങ്ങ് ചെല്ലുമ്പോൾ വാടാത്ത കിരീടം നാം പ്രാപിക്കും. നമ്മുടെ കാഴ്ചപ്പാട് അതായിരിക്കണം. ഐ എം നോട്ട് ഗോയിങ് ടു വേസ്റ്റ് മൈ ടൈം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യത്തില്ല. ഞാൻ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇനിയെങ്കിലും എൻ്റെ ആയുസ്സിൽ കർത്താവ് എത്ര ദിവസം എന്നാലും ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാക്സിമം ടൈം കർത്താവിന് വേണ്ടി ചെയ്യണം. ചില കാര്യങ്ങളിൽ നിന്ന് ഞാൻ മാറും, ചില കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കും. ലോങ് ടേം ഇമ്പാക്റ്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ഷോർട്ട് ടേം ഇമ്പാക്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമയവും നമ്മുടെ എനർജിയും നമ്മുടെ റിസോഴ്സും എല്ലാം വളരെ വാല്യുബിളാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. പെട്ടെന്ന് സൊല്യൂഷനിലെത്താൻ ശ്രമിക്കണം. ചിക്കൻ്റെ സൈസ് കുറവാണെങ്കിൽ അന്നേരം തന്നെ അടുത്ത പീസും കൂടെ മേടിച്ച് കഴിച്ചോണം. അതിനെ ചൊല്ലി അവസാനം സുപ്രീം കോർട്ട് വരെ പോകുന്ന ഗതി ഉണ്ടാകല്ലേ. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ആരും സ്വതന്ത്രം പറയുന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷനിലെത്തണം. അത് വലിയ വീർപ്പിച്ച് എന്താ പറയുന്നത്, സൂചി കൊണ്ടെടുക്കേണ്ട അവസാനം തൂമ്പ കൊണ്ടെടുക്കുന്ന ഗതിയൊന്നും വരരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ അകത്ത് എപ്പോഴും ഒരു താല്പര്യം ഉണ്ടാകണം. ഞാൻ സൊല്യൂഷൻ ഓറിയൻറ്റഡാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ സൊല്യൂഷൻ ഓറിയൻറ്റഡ്. ഞാൻ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റർ അല്ല, ഞാൻ പീസ് മേക്കറാണ്. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, മേക്ക് മീ എ ചാനൽ ഓഫ് യുവർ പീസ് വെർ ദർ ഈസ് ഡാർക്ക്നെസ് ലെറ്റ് മീ ഷോ യുവർ ലവ്, ഹേറ്റ്രഡ് ലെറ്റ് മീ ഷോ യുവർ ലവ്. അപ്പം നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന സമാധാനം എന്ത് ചെയ്യാൻ സൃഷ്ടിക്കുന്നത്, പീസ് മേക്കേഴ്സായിട്ടാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വേണം. ലാസ്റ്റിൽ ഒരു കാര്യം കൂടെ പറയാം. ദൈവരാജ്യത്തിന് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും പറഞ്ഞും രസിക്കുന്ന ഒരു സ്വഭാവം ഒരു ആത്മീയന് നല്ലതല്ല. ഇഫ് ദർ ഈസ് സംതിങ്, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകുന്ന എന്തെങ്കിലും, ദൈവരാജ്യത്തിന് മുമ്പോട്ട് പോകുവാൻ തടസ്സം വരുന്ന എന്തെങ്കിലും, അത് ഹിൻഡ്രൻസ് ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പിന്നെയും വിളിച്ച്, ഷിപ്പാസ്റ്ററെ അറിഞ്ഞോ, ഷിപ്പാസ്റ്റർ ഇത് അറിഞ്ഞായിരുന്നു, ഇത് അറിഞ്ഞില്ല, അയ്യോ പാസ്റ്റർ അത് അങ്ങനെ നിന്നിൽ ഒതുക്കാൻ പറ്റുന്ന വിഷയമാണ്. നീ അതങ്ങ് ഒതുക്കണം. നിന്നിൽ വെച്ച് 2 പേരിൽ വെച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർത്തേക്കണം. നീ അത് 10 പേരെടുക്കെ കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം മുമ്പിലുണ്ട്. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല. അപ്പോൾ കർത്താവാണ് ഇതിനു വേണ്ടി വില കൊടുത്തത്. പ്രൈസ് ഗാഡ്. ഇന്ന് പകൽ കുറച്ചെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൃപയാൽ നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊന്നും പുതിയതൊന്നും പറയാനൊന്നും എൻ്റെ കയ്യിലില്ല. ചിലതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ദൈവാത്മാവ് നിയോഗം തന്നു. അപ്പോൾ വിശ്വസിക്കണം. എന്താണ് ഇനി അവസാനത്തെ കാര്യം കൂടെ പറയാം. വിശ്വസിക്കണം. യെരുശലേമിലെ സഭയിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, വചനം പരന്നു. ഏത് നേരത്തും നമുക്ക് വിശ്വാസം വേണം. എന്താണെന്നറിയാമോ? 0 to 3,000 is possible with my Lord. അല്ലെങ്കിൽ 120 to 3,000 is possible. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കാൻ അല്പസമയം, സെക്കൻഡ് മതി, ഒറ്റ പ്രസംഗം മതി, ഒറ്റ വിഷയം മതി. ഒറ്റ കാര്യത്തിൽ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ അകത്ത് വിശ്വാസം വേണം. എപ്പോഴും ഒരു തകർച്ചയുടെ ചിന്ത, അയ്യോ എന്തായിത്തീരും, അയ്യോ എനിക്കിനി കാലിന് വേദന വന്നാലോ എന്ന് ചിന്തിച്ച് നടക്കല്ലേ. കാലുവേദന വന്നിട്ട് നീ അതിനെപ്പറ്റി ചിന്തിക്കുക. വരുന്നതിന് മുമ്പേ കാലുവേദന വരുമോ, തലവേദന വരുമോ, പാസ്റ്ററെ എനിക്ക് നാളെ തലവേദന വരുമെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു എന്നൊന്നും പറഞ്ഞ് നീ നടക്കരുത്. കാരണം ഞാൻ സാധാരണ ആൾക്കാരോട് പറയണം, നിങ്ങൾ വെറി ചെയ്യുന്ന 90% ഓഫ് ദ തിങ്സ് ആർ നെവർ ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. 90% കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയും ഒരു 5% നടന്നിരിക്കും. ഓക്കെ, ഇനി 5% നടന്നതും നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതിലും ഉപരിയായിട്ട് നിങ്ങളത് ഓവർകം ചെയ്യും.
അപ്പോൾ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി എന്നുള്ള ഒരു വിഷയം മാത്രം നമ്മുടെ പ്രധാന വിഷയമാകട്ടെ. പേഴ്സണൽ അജണ്ടാസ് മാറ്റിവെക്കാം. പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ചിന്തകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒരു പുതിയ ആരംഭം ദൈവം നൽകുകയാണ്. കർത്താവിൻ്റെ ദാസൻ ഇവിടെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവ് സഹായിക്കട്ടെ, ഈ സഭയെ വളർത്തട്ടെ. ഞാനിങ്ങനെ പറയുന്നു കാരണം എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ യെരുശലേമിലെ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചതുപോലെ കോൾച്ചസ്റ്ററിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിക്കട്ടെ. ദൈവം അതിനായി ഒരു വലിയ പ്രവൃത്തി അയക്കട്ടെ. മാനുഷിക ചിന്തകൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ ആത്മാവിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ദൈവം തൻ്റെ പ്രവൃത്തി അയക്കും. ഐക്യതയോടെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നാൽ, കണ്ണുനീരോടുകൂടെ നിന്നാൽ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. അത് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം സഭയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തിരുവാതിപടത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ യെരുശലേമിൽ ഒരു ക്രൈസിസ് ഉണ്ടായി. എന്നാൽ ആ ക്രൈസിസിൻ്റെ അപ്പുറത്ത് ദൈവം ഒരു വളർച്ച കൊടുത്ത ദൈവമാണല്ലോ. അതിനുവേണ്ടി പരിഹാരം കണ്ടെത്തിയപ്പോൾ ദൈവം ശക്തമായി മുമ്പോട്ട് നയിച്ച ദൈവമാണല്ലോ. ഇന്ന് പകൽ ഈ വചനത്തിൻ്റെ മേലുള്ള വിടുതൽ ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. ഈ വചനത്തിൻ്റെ മേലുള്ള ദൈവപ്രവൃത്തി ഇവിടെ വ്യാപരിക്കട്ടെ. ദൈവസഭയെ ദൈവം ബലപ്പെടുത്തണമേ. ഇവിടെ എൻ്റെ മക്കളെ ദൈവം ശക്തീകരിക്കണമേ. അന്തരാത്മാവിൽ അവർക്കൊരു പുതിയ ധൈര്യവും വിശ്വാസത്തിൻ്റെ ഒരു പുതിയ അളവും എൻ്റെ ദൈവം കൽപ്പിച്ചാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടപ്പെട്ടതിനെയൊക്കെ റിക്കവർ ചെയ്യാനുള്ള കൃപ ദൈവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ഫോക്കസ് പണ്ട് നടന്ന കാര്യങ്ങളല്ല. മുമ്പിൽ ദൈവം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടുവാൻ ദൈവസഭയ്ക്ക് ഒരു നിയോഗം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഈ ദേശത്ത് ഈ സഭയിൽ കൂടെ വലിയൊരു ദൈവപ്രവൃത്തി നടക്കുന്നു എന്ന് കേൾക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് പിന്നെയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യണം. വിശ്വാസം നിന്റെ ജനത്തിൻ്റെ മേൽ കൊടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ഗോഡ്.